നിങ്ങൾ അറിഞ്ഞായിരുന്നോ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ വണ്ടിയും കൊണ്ട് ഹാപ്പി ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവാൻ 8 ദിവസത്തെ മൂകാംബിക ട്രിപ്പ് കഴിഞ്ഞ വന്ന റിജോ വീട്ടിൽ പോലും പോവാതെയാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ട്രിപ്പ് വരാൻ പോകുന്നത്. റിജോയ്ക്ക് അണ്ടർവെയർ മാറാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല. വെളുപ്പിന് 5:45 വണ്ടി കൊടുക്കണമെന്ന് ഇന്നലെ രാത്രി വരെ നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് നമുക്ക് പാർട്ടി അയച്ച മെസ്സേജിൽ 6:45 വണ്ടി കൊടുത്താൽ മതി എന്നായിരുന്നു. 6:45 വണ്ടി കൊടുത്തെങ്കിലും 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടത്. വണ്ടിയിൽ കയറിയപ്പോൾ മുതലേ ചക്കയും അടക്കയും പോലെ രണ്ടെണ്ണം നമ്മുടെ ക്യാബിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പല്ല് കൊഴിഞ്ഞ സിംഹങ്ങൾ വണ്ടിക്കകത്തുണ്ടായിരുന്നത് കൊണ്ട് പാട്ടിന്റെ ഒച്ചയൊക്കെ നല്ല കുറച്ചാണ് വെച്ചിരുന്നത്. ആരാട്ട് പാട്ടിന്റെ അകമ്പടിയോടെ റിജോ ഇവിടെ നിന്ന് തൂക്കിയടിച്ച് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ വെട്ടുകാട് പള്ളിയിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടൻ നമ്മുടെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പുള്ളിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്കിങ്ങിലിട്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ നേരെ പോയത് നമ്മുടെ പാർട്ടിക്കാരുടെ കൂടെ ഇരുന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനായിരുന്നു. ഏത് സമയം വേണോ മരത്തിലിരിക്കുന്ന കാക്ക നമുക്ക് പണി തരാമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് നേരെ പാർക്കിങ്ങിലെത്തി. അപ്പോഴാണ് തമിഴ്നാട്ടിലെ ഒരു അണ്ണൻ നമ്മുടെ വണ്ടിക്ക് തന്ന പണി കണ്ട് ഞെട്ടിപ്പോയി. നമ്മുടെ സൈഡ് ഡോർ തുറക്കാനോ ഒരാൾക്ക് അങ്ങോട്ട് പോകാനോ പറ്റാത്ത രീതിയിലാണ് അപ്പുറത്തെ അണ്ണൻ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഏകദേശം 9:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാരൊന്നും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കുറച്ചുപേര് വണ്ടിയുടെ മുന്നിൽ നിന്ന് വണ്ടി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന രീതിയിൽ പിള്ളേരുടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ സന്തോഷ് ട്രോഫി കിട്ടുന്ന ഫീൽ ആയി. അങ്ങനെ സന്തോഷ് ട്രോഫി മേടിച്ച് ഹാപ്പി ലാൻഡിലേക്ക് പോകുന്ന വഴിക്ക് പമ്പിൽ കയറി 3000 ഡീസൽ അടിച്ചു. ഹാപ്പി ലാൻഡിലെ റൈഡുകൾ പോലെ തന്നെ ഹാപ്പി ലാൻഡിലേക്ക് പോകുന്ന വഴിയും ചെറുതായി. അതുവേലും വിപരീതമായിട്ട് ഹാപ്പി ലാൻഡിലെ പാർക്കിങ്ങിൽ മൊത്തം ഇന്ന് വണ്ടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ തിരക്ക് കണ്ട് വിചാരം നമ്മുടെ ആൾക്കാരെ ഹാപ്പി ലാൻഡിലേക്ക് കയറ്റി തറയിലിരുന്ന കുണ്ടി വരെ പൊള്ളുന്ന ചൂടായതുകൊണ്ട് ഒരു മരത്തിനടിയിൽ നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഈ പാർക്കിങ്ങിൽ മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലെന്നുള്ള ആലോചന വരെ എന്റെ മനസ്സിലൂടെ പോയി. ഹാപ്പി ലാൻഡിലെ മുതലാളിയെ കയറി കണ്ട് ഈ കാര്യം പറയാമെന്ന് റിജോ സാറിന് ഒരേ ഹാപ്പി ലാൻഡിലെ മുതലാളി ഇന്ന് ലീവ് ആയതുകൊണ്ട് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു കുടിച്ച് നമ്മൾ ഡ്രൈവർമാർക്കുള്ള റൂമിലെത്തി. കിടപ്പാടങ്ങളെല്ലാം ഫുൾ ആയിരുന്നതുകൊണ്ട് റിജോ സാർ മേശയിൽ ഇരുന്നാണ് ഉറങ്ങി. ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോൾ ചോറ് കഴിക്കാനുള്ള വെളി വന്നു. അങ്ങനെ ഹാപ്പി ലാൻഡിന്റെ വക നല്ല സാമ്പാർ മീൻകറിയൊക്കെ ഉള്ള ചോറ് ഉച്ചയ്ക്ക് കഴിച്ചു. എന്നിട്ട് കട്ടിലിന്റെ സെക്കൻഡ് ഫ്ലോറിൽ കിടന്ന് നല്ല ഉറങ്ങി കഴിച്ചപ്പോൾ വൈകുന്നേരം ഞാൻ കിടന്ന കട്ടിലിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കിടന്നത് നമ്മുടെ അയൽവാസി പയ്യന്മാരായിരുന്നു എന്ന് പിന്നെ ഇവന്മാർ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. എലിക്സറിന്റെ 23 സീറ്റ് വണ്ടിയും കൊണ്ടാണ് ഇവർ ഹാപ്പി ലാൻഡിൽ വന്നിരിക്കുന്നത്. പിന്നെ അവരുടെ അടുത്തും കുറച്ച് തള്ളു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആൾക്കാർ വന്ന് വണ്ടിയിൽ കയറിയപ്പോഴും ട്രിപ്പ് കോർഡിനേറ്റർ നമ്മുടെ അടുത്തൊന്ന് ആ കാര്യം പറഞ്ഞു. തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് ലുലുവിലും കയറണമെന്ന്. നമുക്കാണെങ്കിൽ തിരിച്ചു പോയിട്ട് മലയാറ്റൂർ ഇടത്ത് ഓട്ടം എടുക്കാനുണ്ട്. പാർട്ടിക്കാർ പറയണ കേൾക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ലുലുവിൽ വണ്ടി നിർത്തി. വണ്ടിയിൽ വന്ന് ലുലു കാണാൻ പോയപ്പോഴാണ് ക്വാർട്ടർ ക്ലാസ്സിൽ ലൈറ്റ് എത്താത്തത് ഫീസ് അടിച്ച് പോയിട്ടാണെന്നുള്ള സത്യം റിജോ കണ്ടുപിടിച്ചത്. ലുലുവിന്റെ ട്രാൻസ്ഫോമർ അടിച്ചു പോകുന്നുള്ള സംശയത്തിലാണ് റിജോ സാർ ഇവിടെ ഫീസ് കെട്ടിയിട്ട്. പക്ഷെ മറ്റൊന്നും സംഭവിക്കാതെ ക്വാർട്ടർ ക്ലാസ്സിൽ ലൈറ്റ് എത്തിയതോടെ ഒരു ഇലക്ട്രീഷ്യന്റെ താരോദയത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ക്വാർട്ടർ ക്ലാസ്സിൽ ലൈറ്റ് എത്തിച്ചതിന്റെ സന്തോഷത്തിൽ റിജോ സാറിന് ലുലു മാളിന്റെ അകത്തുനിന്ന് ഒരു പേർക്കും ഒരു വെള്ളവും വാങ്ങിച്ചു കൊടുത്തു. 7:45 നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് വണ്ടിയിൽ പിന്നെ അവരെ സേഫ് ആയിട്ട് അവർ എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ തിരിച്ച് സേഫ് ആയിട്ടുണ്ട് ഇറക്കി. കുറെ പിള്ളേർ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് അവർ മടങ്ങിപ്പോയി. നമ്മളങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് നമുക്കിന്ന് രാത്രി ഉണ്ടായിരുന്ന മലയാറ്റൂർ എടുത്ത് വേറെ ഏതോ വണ്ടിക്ക് കൊടുത്തു. അത്യാവശ്യം തിരക്കുള്ള ദിവസമായതുകൊണ്ട് നാളെ എവിടെന്നെങ്കിലും ഓട്ടം കിട്ടുമെന്നുള്ളതുകൊണ്ട് രാത്രി തന്നെ എല്ലാവരും കൂടെ വണ്ടിയും വൃത്തിയാക്കിയിട്ട് അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ ബാക്കി നാളെ.